കൂട്ടുകാരെ കാസിംബായി ആണ് കേട്ടോ. ഇതാണ് ഞമ്മളെ പേര. അപ്പൊ ഞമ്മളെ പേരയില് ഒന്ന് രണ്ട് മരങ്ങളൊക്കെ തന്നെ ഉള്ളൂ എങ്കിലും ഉള്ള മരങ്ങളൊക്കെ ഭയങ്കര പ്രധാനപ്പെട്ട മരങ്ങളാട്ടോ ഞമ്മക്ക്. അതിന്റെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മരം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു മരം ആട്ടോ. ഇതിന്റെ പേര് റൂബിക്ക ആട്ടോ. ഇത് ഫ്രൂട്ട് മരമാണ്. അപ്പൊ ഇതിന്റെ ചോട്ടിൽ ഇങ്ങനെ വന്നു നിന്ന് കഴിഞ്ഞാല് നല്ല തണുപ്പാണ്. ഏത് പിന്നെ വേനൽക്കാലത്താണ് ഇതിന്റെ ചോട്ടിൽ കുറച്ചു പേരെ നിന്ന് കഴിഞ്ഞാൽ നല്ല ആശ്വാസം കേട്ടോ. ഞാൻ നല്ല വേനൽക്കാലത്തൊക്കെ ഒരു കസാരയൊക്കെ ഇട്ട് ഇതിന്റെ ചോട്ടിൽ വന്നിരിക്കും. ഞാൻ പിന്നെ കുറെ ചെടികളൊക്കെ ഇതൊക്കെ കെട്ടി ഞാൻ തൂക്കിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരൊറ്റ കമ്പയില് കൊട ചൂടി നിൽക്കുന്ന പോലത്തെ ഒരുപാട് ശിഖരങ്ങളാട്ടോ ഉള്ളത്. കുഞ്ഞു ശിഖരങ്ങൾ കണ്ടോ നിങ്ങള്? ഇത് കണ്ടോ? ഒരൊറ്റ കമ്പയില് നിൽക്കാട്ടോ. ഇത് ഞങ്ങൾ പറമ്പ് മേടിക്കുന്ന സമയത്ത് തന്നെ ഞങ്ങളുടെ ആർലം ഫാം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ഇവിടെ. അവിടുത്തെ നഴ്സറിന്ന് ഞാൻ 10-20 ഉറുപ്പികൊക്കെ കൊണ്ടുവച്ച കുഞ്ഞൊരു തൈയായിരുന്നു. അതിങ്ങനെ വളർന്നു വന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഞങ്ങൾ പ്രൂൺ ചെയ്ത് കൊടുക്കും സൈഡ് വഴി. അപ്പൊ ഇങ്ങനെ കൊട പോലെ നിൽക്കും കേട്ടോ മുറ്റത്ത് തന്നെ. പലപ്പോഴും ഇത് കൊത്തിക്കളയാൻ നോക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ കൊത്തിക്കളയാണ്ട് അങ്ങനെ തന്നെ നിന്നു കേട്ടോ. നല്ല രസാട്ടോ. പിന്നെ ഇതിനകത്താണെങ്കിലും നല്ലൊരു കായ് ഉണ്ടാകുക. അതാണെങ്കിൽ കഴിക്കാൻ നല്ല രസമാണ്. പുളിയും ഒക്കെ ആയിട്ടുള്ള ചെറിയ കായ്. ഈ സമയത്ത് കായ്ക്കുന്ന സമയമൊന്നുമല്ല. ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി ഇതാ ഒരു ചങ്ങായി മാത്രം അതിനകത്തുണ്ട് കേട്ടോ. നമ്മൾ ഇത് നന്നായി ചുമന്ന് തുടുത്ത് വരും കേട്ടോ. ഇതെനിക്ക് കഴിക്കുന്നതിനെക്കാട്ടും ഇഷ്ടം അത് അതിനകത്ത് നിൽക്കുന്ന കാണാനാ. കണ്ടു കഴിഞ്ഞാൽ ഒരു ആപ്പിളിന്റെ ഒരു ആകൃതിയില് ചെറിപ്പഴം എന്ന് ചിലർ പറയാറുണ്ട് ഇതിന് കേട്ടോ. ശരിക്കും ഇവിടെ കാട്ടില് ഇതിന് എന്താ പറയാ റൂബിക്കാന്ന പറയാ. ഇത് ചെറിയ രീതിയിൽ അധികം പഴുക്കാത്ത രീതിയിൽ പറിച്ചിട്ട് നമുക്ക് അച്ചാർ ഇടുവോ അല്ല ഉപ്പിലിട്ട് വെച്ച് കഴിഞ്ഞാലൊക്കെ നല്ല രസമാണ്. ഇത് ശരിക്കും കൂടുതൽ കായ്ക്കുന്നത് നമ്മളെ പുതുമഴ പെയ്ത് ഒരു ജൂൺ മാസത്തിലായിരിക്കും. പക്ഷെ ആ സമയത്ത് ഒരുപാട് കായ് ഉണ്ടാവുമെങ്കിലും മഴയൊക്കെ അളിഞ്ഞുകൊണ്ട് നമുക്കതിന് തിന്നാനൊന്നും പറ്റില്ല. പിന്നെ നമ്മളെ പേരന്റെ അടുത്തുള്ള കുട്ടികളൊക്കെ വന്നിട്ട് പറിച്ചൊക്കെ അങ്ങോട്ട് തിന്നു കേട്ടോ. പിന്നെ മറ്റൊന്നാണ് നമ്മുടെ ചാമ്പക്ക മരം തട്ടിട്ട് ഇത് പറഞ്ഞ രണ്ടുപേരും ചങ്ങായിമാരായിട്ട് തൊട്ടടുത്ത് നിൽക്കുന്നുണ്ട്. അതിനകത്ത് ഒരുപാട് റൂബിക്കുണ്ടാക്കുകയും ഈ 36 സീസണിൽ കൃത്യമായിട്ട് ചാമ്പക്ക തരും കേട്ടോ. ഇപ്പാണ് നിറച്ച് നിൽക്കുന്ന സമയമാണ് ചാമ്പക്ക. ഈ സമയത്ത് നമ്മൾ കുട്ടികൾക്ക് കുറെ പറിച്ചു കൊടുക്കുന്ന കൂടാണ്ട് ഞാൻ കുറച്ച് അച്ചാറൊക്കെ ഇട്ട് വെക്കും. എന്തായാലും ഈ പ്രാവശ്യം കുറച്ച് പറിച്ചു വെച്ചിട്ടുണ്ട്. അച്ചാർ ഇടും ചെയ്തിട്ടുണ്ട്. അതിന്റെ വീഡിയോ ഉടൻ തന്നെ കാസിബായി ഇടാ കേട്ടോ. നോക്കാണെങ്കിൽ അത് കാണാനല്ലേ രസം. ഇതൊക്കെ എനിക്കതൊക്കെ പറിച്ചു തിന്നേക്കാട്ട് ഇഷ്ടം മരത്തിൽ നിന്ന് കാണാൻ തന്നെ കേട്ടോ. അതുകൊണ്ട് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്താണ്. നമ്മുടെ വീടിന്റെ മുറ്റത്ത് ഇതുപോലത്തെ 1-2 മരങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ നല്ല രസം കേട്ടോ. ഇത് കൂടാണ്ട് ചിലിമ്പി മരം ഉണ്ട്. പിന്നെ മാങ്ങ ചക്ക എല്ലാം ഉണ്ട് നമുക്ക് കേട്ടോ. ഒരുപാട് സ്ഥലമൊന്നുമില്ല. ആകെ ഒരു 10 സെന്റ് സ്ഥലം ഒരു കുഞ്ഞു പേരയാട്ടോ ഉള്ളത്. പിന്നെ വീടിന്റെ മുറ്റത്ത് അത്യാവശ്യം വേണ്ട ചെടികളൊക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ അങ്ങനത്തെ കാഴ്ചകളൊക്കെ ആട്ടോ ഇനിയുള്ള നിങ്ങളെ മുമ്പിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനിയും നമ്മളെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ വീഡിയോ കാണുന്നതിന്റെ ഇടയിൽ കൂടെ ആ ലൈക്കും കമന്റും ഷെയറും ഒക്കെ അങ്ങോട്ട് ചെയ്തോളി. പുതിയ വീഡിയോ വിശേഷമായിട്ട് കാസിബായി വീണ്ടും വരാം. എല്ലാവരോടും